ഹായ് കൂട്ടുകാരെ, അപ്പം ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല കേട്ടോ. ഇന്ന് പെട്ടെന്ന് കോവയ്ക്ക കണ്ടപ്പോൾ ഞങ്ങളിവിടെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതുപോലെ ചെയ്തപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുക്കാമെന്ന് ഇത് ശരിക്കും നമ്മൾ ഒരു മീൻ വറുത്തത് കഴിക്കുന്നതാണ് സെയിം ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒരു അഭിപ്രായം അറിയിക്കണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതും ഹെൽത്ത് കോവയ്ക്ക ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പച്ച കോവയ്ക്കാണ് നല്ലത്. അത് നമ്മൾ ഈ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം, നല്ല രീതിയിൽ അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ അത് ചേർക്കാനൊന്നുമില്ല. നമ്മൾ സാധാരണ മീൻ വറുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയോ പക്ഷേ അത് ചേർക്കുന്ന ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി സ്പൈസിയാണ് ഇത് ടേസ്റ്റ് കൂടുതൽ. പാകത്തിന് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ എരിവുകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചെന്നാൽ ഇച്ചിരി ടേസ്റ്റ് കൂടും. പിന്നെ ഇത് ഉപ്പാണ് കേട്ടോ, പിങ്ക് സോൾട്ടാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ അതാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. അതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ കാണിക്കാൻ. വീഡിയോസ് എല്ലാം ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് മിക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതാണ് കേട്ടോ. അത് നന്നായിട്ട് മിക്സാക്കി ഒരു 10 മിനിറ്റ് ആകുമ്പോഴല്ലോ, 10 മിനിറ്റ് അതിൽ കൂടുതലൊന്നും വെക്കണമെന്നില്ല, വെച്ചെടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ഒന്ന് എണ്ണ ചൂടാവാൻ വെയിറ്റ് ചെയ്യുക. നമ്മൾ മീൻ വറുക്കുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ നത്തള് അങ്ങനെ മത്തി എന്നൊക്കെ പറയില്ലേ, ആ സാധനം അങ്ങനെയൊക്കെ മീൻ വറുക്കുന്ന പോലെ തന്നെ അത് തന്നെയുള്ളൂ. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ ഓരോ കോവയ്ക്കയും പെറുക്കി ഇടണം. നല്ല ഫ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കോവയ്ക്കയ്ക്ക് ഇങ്ങനെയും ഒരു രുചി ഉണ്ടോയെന്ന് തോന്നിപ്പോവും. അപ്പം ചെയ്യാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ, കമൻറ്റ് വഴി. അത് എണ്ണയിൽ കിടന്ന് നല്ലോണം മൊരിയുന്നുണ്ട്. നന്നായിട്ട് മൊരിച്ചിട്ട് നമുക്കെടുക്കാം. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ വീട്ടിൽ മീനില്ലാത്തൊരു ദിവസം ചോറ് കഴിക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചുന്ന സൂപ്പറാണ്. ആ മീനില്ല എന്നുള്ള ആ ഒരു ഇതൊന്നും നമുക്ക് തോന്നത്തില്ല. നല്ല സൂപ്പറായിട്ട് ചോറുണ്ണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് അതിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇതിങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടമാണ്. ഇപ്പോൾ ഉണ്ടാക്കി ഇപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുത്തേക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയ വിലയുള്ള സാധനമൊന്നും അല്ല. നമ്മുടെ വീടുകളിൽ മിക്കവാറും എല്ലാ വീടുകളിലും മേടിക്കുന്ന സാധനം. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായതാണ് കേട്ടോ, തൊടിയിൽ ഫ്രഷായിട്ട് പറിച്ചിട്ട് ഉണ്ടായതാണ്. അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഒരിക്കലും ഇത് പഴുത്ത കോവയ്ക്ക വെച്ച് ഉണ്ടാക്കാൻ നോക്കരുത്. ആ പുളിപ്പ് വീണ കോവയ്ക്കയും, കാരണം ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ശരിക്കും ഒരു പച്ച കോവയ്ക്ക അത് വെച്ച് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കണ്ടോ, നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൊഴുവയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ച പോലെ ഇരിക്കുന്നുണ്ടാവും, ഈ ചെറിയ മത്തിയൊക്കെ ഫ്രൈ ചെയ്ത പോലെ. പക്ഷേ അതിൻ്റെ ടേസ്റ്റും അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നോക്കിയാൽ കാണാൻ തന്നെ നല്ല മീൻ വറുത്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഇല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ മറ്റേ വീതിയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ.
മറ്റേ നമ്മൾ ആദ്യം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് വറുത്തെടുത്തത്. അതുകൊണ്ടാവും മീൻ വറുത്തതുപോലെ തന്നെ ഇരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാലല്ല രുചിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തോന്നും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഉണ്ടാക്കി നോക്കുക, അറിയിക്കുക, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ പറയാം അല്ലേ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ കൊണ്ടിട്ട് വരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ട് ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കൊച്ചു ചാനലിലെ കൊച്ചു വീഡിയോ ആണിത്. വീണ്ടും കാണാം. ബൈ.